പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഡോറാമ്മൂൻ്റെ കഥയാണ്. ഇതാണ് ഞങ്ങളുടെ ഡോറ. എൻ്റെ വീഡിയോസിൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡോറയുടെ കൂട് എന്നൊക്കെ. പക്ഷേ ഡോറയുടെ കൂട് ഇപ്പോൾ ഡോറ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വേറൊരു വീട്ടിലാണ് ഡോറ. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നതായിരുന്നു. 2.5 വർഷത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോറയാണ്. ഇന്നിപ്പോൾ വയനാട്ടിലാണ് അവൾ. ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു, അതായത് ഞങ്ങൾ ഒരു 3-4 മാസമായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഡോറേനെ കൊടുക്കാൻ പറ്റിയ ഒരാളെ. ഞങ്ങളങ്ങനെ ഒരാളെ കണ്ടെത്തി. ഇത് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടനാണ്. അവരുടെ വീട്ടിൽ വേറെയും ഡോഗ്സ് ഉണ്ട്, പിന്നെ പൂച്ച എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കിങ്ങനെ നോക്കുന്ന, അതായത് ഇവരൊക്കെ നന്നായിട്ട് നോക്കണം, നന്നായിട്ട് സ്നേഹിക്കണം, നന്നായിട്ട് കെയർ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരാളായിരിക്കണം ഞങ്ങളുടെ ഡോറേനെ നോക്കേണ്ടതെന്ന് ഞങ്ങൾക്കും അങ്ങനൊരു കൺസേൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവസാനം പെട്ടെന്നൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വരും. അപ്പോൾ റെഡിയാക്കി മീൻസ് ശരിക്കും പറഞ്ഞാൽ വണ്ടി വന്ന് നിന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ഡോറേനെ പെട്ടെന്നായതുകൊണ്ട് ഞാനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാൻ നിൽക്കുന്നൊരു ടൈമും അങ്ങനൊരു സമയത്താണ് ഡോറേനെ കൊണ്ടുപോകാമെന്ന് പറയണത്. അങ്ങനെ വണ്ടി വന്ന് നിന്നപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര വിഷമമായി. പക്ഷേ നിർത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡോറാമ്മൂനെ പറഞ്ഞയച്ചു. പക്ഷെ ഞങ്ങൾ വിളിക്കാറുണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും, ഞങ്ങളുടെ വീട് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോയി അവൾ. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും വീഡിയോ കോൾ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. സാധാരണ വീട്ടിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യാനായിട്ടൊന്നും പറ്റില്ലല്ലോ. പക്ഷേ നമുക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യാനായിട്ടുള്ളതും അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ആ കയ്യിലിരിക്കുന്ന പേപ്പർ അവളുടെ ഇഞ്ചക്ഷൻ ചെയ്തതും അവളുടെ ജനിച്ച തീയതിയും അങ്ങനെ അവളുടെ ബർത്തിൻ്റേതായത് എല്ലാ കാര്യങ്ങളും, അവളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ബുക്കാണത്. അങ്ങനെ ഞങ്ങൾ ഡോറയുടെ അടുത്ത് യാത്ര പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട്. അമ്മച്ചിയും മിന്നുമാണ് അവളെ കൂടുതലായിട്ട് നോക്കിയായിരുന്നത്. അമ്മച്ചിക്കൊക്കെ ഭയങ്കര വിഷമമായി. അവളെ കയറ്റാനായിട്ട് ഞങ്ങൾ ഈ വണ്ടി ഇച്ചിരി ഹൈറ്റുണ്ട്. അങ്ങനെ ഞങ്ങൾ എടുത്ത് കയറ്റി കഴിഞ്ഞപ്പോൾ ആൾക്ക് പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാത്രയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഞങ്ങൾ വിട്ട് പോകാമെന്നതിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എന്നാലും ആൾ കുറേ നേരം നോക്കി, എന്താ ഇത്ര വലിയ വണ്ടിയിൽ, ഇങ്ങനൊരു വണ്ടിയിൽ തന്നെ ആദ്യമായിട്ടാണല്ലോ കയറ്റുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആൾ നോക്കി. അങ്ങനെ പിന്നെ വന്ന ചേട്ടനും പേടിയുണ്ടായിരുന്നു. കാരണം ഇച്ചിരി വലുതായതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ കടിക്കുകയോ അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കൊണ്ടുപോകാനായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ വണ്ടി ഓടുമ്പോൾ മറിഞ്ഞു പോകില്ലേ, അത് കാരണം കൊണ്ട് ഞങ്ങൾ വെള്ളം എടുത്തില്ല. പക്ഷെ ആൾ മറ്റേ കുപ്പിയിലെ വെള്ളമൊക്കെ ഇങ്ങനെ വായിൽ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ കുടിക്കും. പിന്നെ മിന്നു ആണെങ്കിൽ ആ സമയത്ത് കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു മിന്നു ഡോറ പോവാന്ന് പറഞ്ഞു. അപ്പം മിന്നുവിന് ഭയങ്കര വിഷമമായി. മിന്നു ഇങ്ങനെ നോക്കി നിൽക്കുക. മിന്നുവിന് ഡോറ പോവാന്ന് പറയുന്നത് ഒട്ടും സഹിക്കുന്നൊരു കാര്യമായിരുന്നില്ല. അവൾ കുഞ്ഞായിരുന്നപ്പോൾ ഡോറയുടെ അമ്മയുടെ പേര് ഡോണ എന്നാണ് കേട്ടോ. അപ്പോൾ ഡോണ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ട് പറയാറുണ്ട് ഡോണയുടെ കുഞ്ഞിനെ നമുക്ക് വേണമെന്ന്. ഡോണ നിൽക്കുന്ന ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഡോറയുടെ അമ്മ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ട്. ഇത് ഡോണയുടെ മോളാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറ്റി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വണ്ടിയുടെ മുകളിൽ ഒരു കെട്ടും കൂടെ കെട്ടി, അങ്ങനെ അധികം ഇങ്ങനെ ഓടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾക്ക് ചേട്ടൻ ടർപ്പായ ഉണ്ടായിരുന്നത് ഇട്ട് കൊടുത്തു. പിന്നെ ക്ലൈമറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോറ മോൾക്ക് സുഖമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം വയനാട് ഇത്തിരിയും കൂടിയും കൂൾ ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ
പോവാന്നറിയണേ, ഞങ്ങളെല്ലാവരും വിഷമിച്ച് പെട്ടെന്നുള്ള പോക്കല്ലേ, അതാണ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ അവൾ പോവാനായിട്ട് ഓരോ റെഡിയായി. പിന്നെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്താണെന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ചേട്ടന് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആൾ കുഴപ്പമുണ്ടാക്കില്ല. ഞങ്ങൾ പിന്നെ പോയ വഴിക്കൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ വിളിച്ചിരുന്നു, എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഐസ്ക്രീം കൊടുക്കുക, ഐസ്ക്രീം മേടിച്ച് കൊടുത്തു, അതൊക്കെ തിന്നുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. പിന്നെ മിന്നുവിനായിരുന്നു കൂടുതൽ എന്താ പറയുക, എനിക്ക് പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് അങ്ങോട്ട് എന്താ പറയുക, അയ്യോ പോവാണല്ലോ എന്നുള്ളൊരു ചിന്തയിൽ പോയി. അങ്ങനെ ഞങ്ങൾ യാത്ര പറയാനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഡോറടയ്ക്കാനായിട്ട് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ പറ്റണില്ല, ഭയങ്കര വിഷമം. ഇപ്പോൾ ഇങ്ങനെ വീണ്ടും എടുത്ത് ഇത്രയും ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം. ഞാൻ ഈ വീഡിയോ ഇടണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് കാണണ്ടേ, ഞങ്ങൾ മറക്കുമോ ഡോറ, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ആൾ മറക്കില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ മറക്കാറില്ലല്ലോ, നായ്ക്കളങ്ങനെ മറക്കില്ല എന്നൊക്കെയാണ് കേട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡോറടയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമായിരുന്നു. അങ്ങനെ അവസാനം ഡോറടച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് താഴെ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റില്ല, ഇച്ചിരി ഹൈറ്റുള്ള വണ്ടിയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ എത്തിക്കൊത്തിയൊക്കെ നോക്കി, കുറച്ച് നേരം അതുമ്മ കയറി നിന്നൊക്കെ നോക്കി. ഡോറയാണെങ്കിലും എന്താ പറയുക, ഇങ്ങനെ എവിടേക്കാണാവോ കൊണ്ടുപോകണേ എന്നുള്ളൊരിതിലായിരുന്നു. കാറിൽ അവൾ പോവാറുണ്ട് കേട്ടോ. കാറിൽ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് പോവുകയാണെങ്കിൽ ആൾ നല്ല സ്യൂട്ടായിട്ട് ഇരുന്ന് പോവും, നല്ല സുഖമായിട്ട് ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഡ്രിം ചെയ്യിക്കാനൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവർ കാറിൽ വന്നാൽ കൊണ്ടുപോവാം. അപ്പോൾ അങ്ങനെ ആൾ സുഖമായിട്ട് പോവാറുണ്ട്. പിന്നെ നമ്മളല്ലാതെ ഇങ്ങനെ ഒരു വണ്ടിയിൽ ആദ്യമായിട്ടാണ് അവളുടെ യാത്ര. അങ്ങനെ അത് ഈവനിങ് ടൈമിലൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്ര വെയിലുള്ളൊരു ടൈമല്ല, എന്നാലും ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ എന്താകാവോ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല സുഖകരമായി എത്തിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോഴൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞു. മിന്നുവിൻ്റെ കുഞ്ഞു കൈകൾ അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല, എന്നാലും എത്തിക്കൊത്തിയൊക്കെ വീടിൻ്റെ അവിടെ നിന്നൊക്കെ നോക്കി ഒക്കെ ഡോറേനെ യാത്രയാക്കി. ഒരു എന്താ പറയുക, വിഷമമായിരുന്നു. എന്നാൽ കൂടിയും നിങ്ങൾക്ക് എന്താ പറയുക, നോക്കുന്ന ഒരാളുടെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചത് എന്നുള്ളൊരു അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. മിന്നുവിനാണെങ്കിൽ എത്തി നോക്കിയിട്ടൊന്നും കാണാണ്ടായിട്ട് ഇങ്ങനെ അങ്ങടും ഇങ്ങടൊക്കെ ഓടായിരുന്നു. ഡോറ എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കളിക്കായിരുന്നു ആൾ. മീൻസ് ഓടി നോക്കുമായിരുന്നു എങ്ങനെ കാണാൻ പറ്റുക എന്നൊക്കെ. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലിട്ട് തിരിച്ച് അവളെ പോകുന്നൊരു സമയമായി. ഞങ്ങളെല്ലാവരും ടാറ്റയൊക്കെ കൊടുത്തു. അങ്ങനെ ഡോറാമ്മു വയനാട്ടിലേക്ക് പോയി. പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമം വരിക. പക്ഷെ അന്ന് എനിക്ക് പെട്ടെന്നൊരു പോക്കായതോ അങ്ങനൊരു ഇതായിരുന്നു. ഞങ്ങൾക്ക് ടാറ്റ കൊടുത്തിട്ടും പറഞ്ഞിട്ടും ഒന്നും മതിയാവാതെ, പക്ഷേ കുറേ നേരം നിർത്തി തന്നു കേട്ടോ ആ ചേട്ടൻ. കുറേ നേരം നിന്നു. പോകുന്ന ടൈം കുറച്ച് നേരം ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോറാമ്മൂനോട് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു. ഡോറാമ്മു പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മളെ മിന്നുമോൾക്ക് ഭയങ്കര വിഷമമായി. മിന്നുമോൾക്ക് നമുക്ക് പിന്നെ ഒരു ദിവസം ഡോറയുടെ അടുത്തൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മിന്നുവിനെ ആശ്വസിപ്പിച്ചു.